ഹലോ, ഞാൻ ഷഫീർ. ഇന്ന് നമ്മൾ നോക്കാൻ പോണതേ ഫോട്ടോഷോപ്പ് എന്നറിയാത്തവർക്ക് മൈക്രോസോഫ്റ്റ് വേഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് വേഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് മൈക്രോസോഫ്റ്റ് വേഡ് ഓഫീസ് 2007 ആണ്. കാരണം പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പം അതാണ്. അപ്പോൾ അതിന് തന്നെ നമ്മൾ നമ്മുടെ ഈ വർക്ക് ഏരിയയിലേക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഈ പ്രതലത്തിനാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഫോട്ടോനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം. ഫോട്ടോ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മളുടെ പേപ്പറിൻ്റെ സെലക്ട് ചെയ്യണം. പേപ്പർ ഇപ്പോൾ നമ്മൾ സാധാരണ 6:4 ഫോട്ടോ സൈസ് പേപ്പർ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ A4 ഷീറ്റ് മേടിക്കാൻ കിട്ടും. A4 സൈസ് ഫോട്ടോ പേപ്പർ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ 6:4 എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അതിന് നമ്മളുടെ ഈ വർക്ക് ഏരിയനെ 6:4 രൂപത്തിൽ ആക്കിയെടുക്കണം ആദ്യം. അപ്പോൾ നമ്മൾ പേജ് ലേ ഔട്ട് എടുക്കുക. പേജ് ലേ ഔട്ട് എടുത്തിട്ട് ഇവിടെ സൈസ് കാണാം. ഈ സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോകാം. നമ്മളുടെ സൈസ് ഇതിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതിലില്ല. ഇതില്ലാണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മോർ പേപ്പർ സൈസ് എന്നുള്ള അടിയിൽ കാണുന്ന ഓപ്ഷൻ കണ്ട അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ടത് 6 വിഡ്ത്ത് 6 ഇഞ്ച്, ഹൈറ്റ് 4 ഇഞ്ച് അങ്ങനെ കൊടുക്കുക. അത് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കാം. അപ്പം നമ്മളുടെ സൈസ് ഇതേ കറക്റ്റ് 6:4 സൈസായിട്ടുണ്ട്. ഈ 6:4 സൈസിലേക്ക് ഇനി നമ്മളുടെ ഫോട്ടോനെ കൊണ്ടുവരണം. ഫോട്ടോനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇൻസെർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് പിക്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പിക്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ എവിടെയാണ് ഫോട്ടോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോനെ നമ്മൾ ഇതെടുക്കുക. ഇപ്പോൾ ഇതാണ് ഫോട്ടോ. ഈ ഫോട്ടോയിൽ ഇത് നമ്മൾ സാധാരണ ഒരു ഫോട്ടോ ഉള്ളത്, ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല ശരിക്കും. ഇനി നമ്മൾക്കിതിനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി എടുക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടേക്ക് നമ്മുടെ ഈ വർക്ക് സ്പേസിൽ കൊണ്ടുവന്ന ഈ ഫോട്ടോ അതെ നമ്മൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കഴിഞ്ഞാൽ നീങ്ങില്ല. കണ്ടാ, നമ്മുടെ ഇഷ്ടത്തിന് ഇതിനെ നീങ്ങി കിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഇതിനെ നമ്മളുടെ ഇഷ്ടാനുസരണം നീക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ ഈ ഫോട്ടോനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഫോട്ടോനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓരോരോ ഇത് കാണാൻ നമുക്ക് കാണാൻ കഴിയും. കോർണറിൽ, സൈഡിൽ, മുകളിൽ, അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫോർമാറ്റ് ടാബ് കാണാം. ഫോർമാറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇത് നോക്കിയാൽ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് കാണാം. ഈ ഏരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മളുടെ ഈ ഫോട്ടോനെ എവിടേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ CV കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കസ്റ്റമറുടെ ഫോട്ടോസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് അങ്ങോട്ട് നമ്മുടെ ഇഷ്ടത്തിന് എവിടേക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഇനി നമ്മൾ വേണ്ടത് ഇതിനെ ക്രോപ്പ് ചെയ്തെടുക്കലാണ്. ക്രോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അറിയാണ്ട് ഇതിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇത് ഈ ഡ്രാഗ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വേണ്ട. ഇത് ചിലപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് ക്ലിക്ക് ചെയ്താൽ ഇത് പോകും. അപ്പോൾ എപ്പോഴെങ്കിലും അത് അറിയാണ്ട് പോയി കഴിഞ്ഞാണെങ്കിൽ ഫോട്ടോ വന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്യാനുള്ളത് ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിവിടെ ക്രോപ്പിംഗ് ടൂളാണ്. അതിവിടെ ക്രോപ്പിംഗ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോയിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഇതുണ്ട ഒരു പുതിയൊരു ഓപ്ഷൻ വരാണ്. അപ്പോൾ അതിനെ നമ്മളിത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കർസറിൻ്റെ രൂപം മാറും. ഇവിടെ നിന്ന് തള്ളിക്കൊണ്ടാവുന്നൊരു സംവിധാനം പോലത്തെ ഒരു സാധനമാണ് വരാം. കണ്ട, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാം. ഇവിടെ ചൂടാം. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇത് കൊണ്ടുപോവാം. അടിയിൽ നിന്ന് പിടിച്ചിട്ട് മുകളിലേക്ക് നമ്മൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എത്ര വേണമെന്ന് ചെറിയ അവിടെ വരെ കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മൾ ഏകദേശം പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെ നമ്മൾ ഇത് ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്താണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൽ കൊണ്ടുവരാൻ ഫോട്ടോ നല്ല ക്ലിയറുള്ള കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല ലൈറ്റിൽ ഫോട്ടോ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മളിതിന് ചെറിയൊരു ഡാർക്ക് ഉണ്ട്.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടാൻ നോക്കാം. ബ്രൈറ്റ്നെസ് എങ്ങനെ കൂട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്രൈറ്റ്നെസ് ആണ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ ഓരോരോ ഓപ്ഷനിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മാറുന്ന കാണാൻ പറ്റും. കണ്ടാ, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. നമ്മളിപ്പോൾ നോർമൽ സെലക്റ്റായി കിടക്കുന്നത് ഫോട്ടോൻ്റെ ആക്ച്വൽ സൈസിന് ഇപ്പിക്കണം. ഞാനിപ്പോൾ തൽക്കാലം ഇതിനെ +10 ആക്കി ഒരല്പം കൂടി കൂട്ടിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ കോൺട്രാസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മൾ ഈ മാറുന്നതിനനുസരിച്ച് അവിടെ ഇങ്ങനെ മാറുന്നത് നമുക്കിങ്ങനെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ആക്ച്വൽ സൈസ് ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നുണ്ട്. ഞാൻ ഇതും +10 ആക്കി ഒന്നാക്കി. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ബോർഡർ ഇടണം. നമുക്കിതിനൊരു ബോർഡർ ഇടണം. കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ബോർഡർ എപ്പോഴും നല്ലതാണ്. അപ്പോൾ വീണ്ടും ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് പിക്ചർ ബോർഡർ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. നല്ലത് എപ്പോഴും ബ്ലാക്കാണ്, സാധാരണ യൂസ് ചെയ്യുന്നത് ബ്ലാക്കാണ്. ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് നോർമലായിട്ട് ഒരു ബോർഡറോട് വരും. അതല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം ചെയ്യുക, വെയിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബോർഡർ നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതെ, ഇപ്പോൾ ഞാൻ ഈ ഇത്തിരി കട്ടിയുള്ളതെന്ന് എടുത്തു. കണ്ട, ഇനി നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ വലിപ്പം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കറക്റ്റ് വലിപ്പം സൈസ് എടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇവിടത്തേക്ക് റൈറ്റ് സൈഡിൽ കാണാം. കണ്ട, അപ്പോൾ നമ്മൾ ഇവിടെ വേണ്ടത് നമുക്ക് 1.5 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ 1.2. അപ്പോൾ ആക്ച്വൽ സൈസ് നമുക്കത് കിട്ടണില്ലെങ്കിൽ ഇവിടെ ഒരു ആരോ കാണാം അടിയിൽ സൈസ്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ബോർഡർ, ഒരു ബോക്സ് ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേണ്ടത് ഇവിടെ 2 ടിക്ക് മാർക്ക് കിടക്കണ്ടാവും. ആ ടിക്ക് ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മളുടെ സൈസിലേക്ക് ആക്കാം. 3.5 1.5 1.5 ഇഞ്ച്. ഒന്ന് 1.2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യാം. നമ്മുടെ ഫോട്ടോ സൈസ് ഇതിന് കറക്റ്റായി ആയില്ലേ. അപ്പോൾ നമുക്ക് ബോർഡർ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റാം കേട്ടോ. അതിപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ബോർഡറിലേക്ക് പോയിട്ട് ഈ മോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ താഴെയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ അതായി. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫോട്ടോൻ്റെ ആക്ച്വൽ സൈസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേണ്ടത് ഇതിനെ കോപ്പി ആക്കിയിട്ട് ഇവിടെ നമ്മൾ അലങ്കരിക്കണം. ഇവിടെ നമ്മൾ അലങ്കരിക്കുന്നത് കോപ്പിയാക്കാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ Ctrl+D അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി വരും കേട്ടോ. പിന്നെ ഒന്ന് Ctrl+D അടിച്ചാൽ വീണ്ടും കോപ്പി വരും. പിന്നെ Ctrl+D അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോപ്പി വരും. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുമ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തില്ല, നമുക്കിത് കട്ട് ചെയ്തെടുക്കണ്ടേ. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഗ്യാപ്പ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. ആ ഗ്യാപ്പിൽ സെയിം ഗ്യാപ്പ് ഇട്ടുമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതാണ്. ഇതേമാതിരി ആയിരിക്കില്ല. ഇതേമാതിരി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് Ctrl അമർത്തി പിടിച്ചിട്ട് എല്ലാത്തിനും സെലക്ട് ചെയ്യാം. എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ട് Ctrl+D കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു കോപ്പി കൊണ്ട് വരും. അപ്പം നമ്മൾ നേരെ അടിയിലേക്ക് ഇത് പിടിച്ച് വയ്ക്കാം. അടിയിൽ പിടിച്ച് വയ്ക്കാം. കണ്ടാ, അപ്പോൾ നമ്മൾ ഒരു 6:4 ഇതിൽ 8 ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യത്തൊക്കെ നമ്മൾ ഡിലീറ്റ് അടിക്കട്ടോ. ഇനി അപ്പോൾ കോപ്പി വേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ Ctrl അമർത്തി പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കർസർ വെച്ചിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും. Ctrl അമർത്തി പിടിച്ചിട്ട്
പിന്നെ അത് വിടുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വയ്ക്കുക. ഇത്തിരി കൂടി ഈസി ഇതായിരിക്കും. അത് നിങ്ങളുടെ സൗകര്യത്തിന് പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതാക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാത്തിനും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ അമർത്തി പിടിച്ച് നേരെ കീഴ്പോട്ടാക്കിയാലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂ കൊടുക്കുക. പ്രിൻ്റ് പ്രിവ്യൂ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ. ഫോട്ടോ അടിക്കുമ്പോൾ നമ്മൾ ആ പേപ്പറിൽ ഇതിങ്ങനെയാണ് കറക്റ്റായിട്ട് വരിക. അതുകഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പ്രിൻ്റ് ഇവിടെ നിന്ന് കൊടുക്കാം. അല്ലെങ്കിൽ സെറ്റ് ചെയ്യേണ്ട വരും. സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ വരും. ഇപ്പോൾ എൻ്റെ കയ്യിൽ Canon 2010 ആണ്. അപ്പോൾ നമ്മൾ പേപ്പർ സൈസ് സെലക്ട് ചെയ്യണം. അത് മറക്കരുത്. പേപ്പർ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിതിവിടെ ഫോട്ടോ പ്രിൻറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് 4:6 കിടപ്പുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഇതിവിടെ കാണാം. ഫോട്ടോ പേപ്പർ പ്ലസ് ഗ്ലോസി സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഹൈ ആക്കാം. എന്നിട്ട് നമ്മളിത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതും ഇവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രിൻ്റ് പോകും. എന്നിട്ട് നമ്മൾ പ്രിൻ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ഫോട്ടോ കട്ട് ചെയ്തെടുത്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെറിയൊരു വരുമാനം ഈ വഴിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഫോട്ടോ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.